വയനാട് കമ്പളക്കാട് ജനവാസ മേഖലയിലിറങ്ങിയ കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. വണ്ടിയാമ്പറ്റ പഴയ റേഷൻ കട റോഡിലാണ് 3 ദിവസം മുൻപ് കടുവയെ കണ്ടത്. കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് സമാധാനത്തോടെ കിടന്നുറങ്ങുക? വലിയൊരു കടുവ ആശങ്കയാണ്. വനം വകുപ്പ് എന്ത് നടപടിയാണ് ഈ വയനാട് കമ്പളക്കാട് സ്വീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് കടുവയെ കണ്ടെത്താൻ കഴിയാത്തത്? വിശുദ്ധി തീർച്ചയായും വലിയ ആശങ്കയിലാണ് ജനങ്ങളുള്ളത്. പ്രത്യേകിച്ച് കമ്പളക്കാട് മേഖലയിലുള്ള ജനങ്ങൾ വലിയ ആശങ്കയിലാണുള്ളത്. അതായത് 2 ദിവസം മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. ഒരു വ്യക്തി വാഹനത്തിൽ വരുന്നു. ആ സമയത്താണ് കടുവയെ കാണുന്നത്. അത് പിന്നീട് മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് വനം വകുപ്പൊക്കെ ഈ സ്ഥലത്തെത്തുകയും വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടത്തുകയും ചെയ്തത്. പക്ഷേ ഇതുവരെയും കടുവയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം അടക്കം ഇവിടെ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എവിടെ പരിശോധന നടത്തിയിട്ടും കടുവയെ കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് വനം വകുപ്പിൽ ലഭിക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്. ഇന്നും അത്തരത്തിലുള്ള പരിശോധന തുടരും എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. മാത്രമല്ല ഡ്രോൺ ഉപയോഗിച്ചടക്കമുള്ള ഒരു പരിശോധന തുടരുമെന്നുള്ളതടക്കം ഈ വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും കൂട് വെക്കാനുള്ള ഒരു സാഹചര്യമൊന്നും ഇപ്പോൾ ഇല്ല. കാരണം ഈ ഒരു കടുവ ഒരു മൃഗത്തെ ആക്രമിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ കൂട് വെച്ചിട്ട് കാര്യമില്ല. കാരണം ആക്രമിച്ച് ഒന്നിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ശേഷം പിന്നീട് വന്ന് കഴിക്കുന്ന ഒരു സാഹചര്യം ഈ കടുവയ്ക്കുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കൂട് വെച്ചിട്ട് സാഹചര്യമുള്ളൂ എന്നുള്ളതടക്കമാണ് വനംവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടുവയെ ഡ്രോൺ ഉപയോഗിച്ച് തിരയുക എന്നുള്ളതാണ് പ്രധാനമായും വനംവകുപ്പിന്റെ അടുത്തുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. മാത്രമല്ല RRT സംഘം ഇവിടെ 2 ദിവസമായി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 2-3 ദിവസമായി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവർ കൃത്യമായി തന്നെ പരിശോധന നടത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ കടുവയെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. അശ്വതി.